ശരീരം മൊത്തം മഞ്ഞപ്പ് വരും. അതെയോ? വന്നാൽ അത് വന്നാൽ പിള്ളേർക്ക് മഞ്ഞപ്പിത്തമൊക്കെ ഉണ്ടാവുന്ന രക്തത്തിലൊക്കെ പൊള്ളിക്കാം. ഇതിന് ഇളവയിൽ പൊള്ളിച്ചാൽ മതി. മാറിക്കോട് കുളിപ്പിക്കുമ്പോ ചെവി മൂക്ക് ഒക്കെ ക്ലീൻ ചെയ്യണം. ഉണ്ടാകുമ്പോ ഇങ്ങനെ അടുപ്പിച്ച് ഇരിക്കണ. നമ്മള് കുളിപ്പിക്കുമ്പോ ഇങ്ങനെ മൊബൈലൊക്കെ വലുതായിട്ട് തരാട്ടോ. ഹായ് സുഹൃത്തുക്കളെ, തമ്പൂസിനെ വെയില് കൊള്ളിക്കാനായിട്ട് ആ അമ്മ ബാൽക്കണിയിലേക്ക് കയറ്റിക്കൊണ്ട് പോയതാണ്. വീണക്കുഞ്ഞ് താഴെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി പയ്യൊരു ചെറിയ ഉറക്കമാണ് തമ്പൂസ്. തമ്പുരു ഇതിൽ എവിടേക്കും ഈ മഞ്ഞപ്പ് കാണണേ? മഞ്ഞപ്പ് മേത്തോടെ മുഖത്ത് കണ്ണില്. എനിക്കിതുവരെ ഒന്നും മനസ്സിലായില്ല. ഇതിപ്പോ ഒത്തിരി ഒന്നുമില്ല. ഇല്ല അല്ലേ? ഇങ്ങനെ അളവിൽ കൊള്ളിച്ചാൽ മാത്രം മതി. ആശുപത്രി ശരീരം മൊത്തം മഞ്ഞപ്പ് വരും. അതെയോ? വന്നാൽ അത് വന്നാൽ പിള്ളേർക്ക് മഞ്ഞപ്പിത്തമൊക്കെ ഉണ്ടാവുന്ന രക്തത്തിലൊക്കെ. അപ്പൊ അത് ഭയങ്കര പാടാ മാറാനാ നേരം. രക്തത്തിലൊക്കെ വന്ന് അത് പയ്യെ മഞ്ഞപ്പ് കാണുമ്പോ തന്നെ ഇതുപോലെ ഇളവയില് പൊള്ളിക്കാം. ഇതിന് ഇളവയില് പൊള്ളിച്ചാ മതി. മാറിക്കോളൂ. വായോ 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 വായോ. നീ വന്ന എവിടെയെങ്കിലും ഇരുന്നോടി. ഇല്ലാത്ത തമ്പൂസ് വെയിലിന്റെ ചൂടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോ പയ്യെ അങ്ങ് എഴുന്നേറ്റു. പിന്നെ പുള്ളിക്കാർക്ക് കിടക്കാൻ ഒരു മടി പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും വീണക്കുഞ്ഞും എത്തി. വീണക്കുഞ്ഞു മമ്മിയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിക്ക് വെയിൽ കൊള്ളേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ചുമ്മാ കൊണ്ടുവന്നു. മക്കളെയൊക്കെ പരിചരിക്കുന്ന രീതി മിക്ക രാജ്യത്തും വ്യത്യസ്തമായിട്ടായിരിക്കും. കാരണം ഇതൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ ഇതെന്താ എന്നൊക്കെ ചോദിക്കാൻ പല ആൾക്കാരും കാണും. ഇത് നമുക്ക്, അതായത് കേരളത്തിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഏറെക്കുറെ അറിയാൻ പറ്റുള്ളൂ. തമ്പക്കൂട്ടം കിടന്ന് മടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് തിരിച്ചു കിടത്തണം. അതിന് വേണ്ടിട്ടാ. മടുത്തു? ഇല്ല ഇല്ല ഇല്ല, ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല. കുളിപ്പിക്കുമ്പോ ചെവി മൂക്ക് ഒക്കെ ക്ലീൻ ചെയ്യണം. മസില് പിടിച്ചേത്തു. അവസാനം മകളെ തിരിച്ചു കിടത്തി കേട്ടോ. എന്നിട്ട് പിന്നെ അമ്മ അതിനുള്ള ശുശ്രൂഷകൾ ചെയ്യുവാണ്. തണുക്കുമ്പോ കാലിന് വേറൊരു കളറല്ലേ. ഇത് അപ്പയുടെ കാല് വെളുപ്പ് മുഴുവനോ. അതിന് കുഞ്ഞാച്ചയുടെ ഒരു ഞാൻ ഇന്നലെ പൊന്നൂനോട് ചോദിക്കുകയും ചെയ്തു. ഞാനിങ്ങനെ തന്നെ അത് വെളുപ്പിന്റെ കാണുമ്പോ ഒരു അതിന്റെ കാലം നോക്കിയേ. ആ കാലാണ് ആ വെളുപ്പാന്ന് എതിര് കിട്ടിയിരുന്നേ. അതേരം പറഞ്ഞു അച്ഛന്റെ. ശുശ്രൂഷയുടെ ഭാഗമായിട്ട് അമ്മ ചെയ്യുന്നത് കണ്ടോ, കാൽവിരലുകളൊക്കെ അകറ്റുന്നു. അതായത് നമ്മളിപ്പോ കുഞ്ഞതല്ലേ, അപ്പൊ അതിന്റെ കാൽവിരലൊക്കെ ഒട്ടിയിരിപ്പുണ്ടെങ്കിൽ അത് അകറ്റി തിരുമ്മി, പിന്നെ കാല് തിരുമുന്നു, കൈവിരലുകൾ നോക്കിയിട്ട് കൈവിരലുകൾ തിരുമുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇപ്പൊ വെയിൽ കൊള്ളിക്കാൻ കൊണ്ടുപോയി കിടത്തുമ്പോ അമ്മ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങളൊക്കെ. എല്ലാം അങ്ങനെ ചെയ്യണല്ലേ. എനിക്ക് കുഞ്ഞുങ്ങള് മുറ്റത്തോടെയൊക്കെ ഇറങ്ങി നടക്കുമ്പോ കടിക്കും. പിന്നെ വിടവില്ലെങ്കിൽ നമുക്കിങ്ങനെ മാന്താൻ പോലും പറ്റില്ല. അതിന് വിടവ് വേണം. ഉണ്ടാകുമ്പോ ഇങ്ങനെ അടുപ്പിച്ച് ഇരിക്കണ. നമ്മള് കുളിപ്പിക്കുമ്പോ ഇങ്ങനെ അകത്തി ഒരേ വിരലകത്തി ഇതകത്തണ്ട. ഇതിന് വിടവുണ്ട്. ഇതിനാണ് വിടവ് വരില്ലാത്ത. നമ്മളിങ്ങനെ കുളിപ്പിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വിടവുണ്ടാകും. വിരല് കൈയുടെ ഒന്നും കാട്ടണ്ട. മൂക്കെടുക്കണം, ചൊടി ഒതുക്കണം. അങ്ങനെ നെറ്റി തിരുമ്മി വിടണം.
ഓ ഇന്നലെ എന്നാ ഉറക്കമാണെന്നോ മതി പേടിച്ചു പോയി സത്യം പറഞ്ഞാല്. അയ്യോ പേടിപ്പിച്ചതല്ലേ അല്ലേ, പേടിച്ചു പോയതാന്ന് പറഞ്ഞപ്പോ ഒരു ചെടി. വീണക്കുഞ്ഞിന് അത്ര വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് തന്നെ അതിന് വെയിൽ അധികം കൊള്ളിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും വന്നിരിക്കുവാണല്ലോ. പിന്നെ പുള്ളിക്കാരിക്ക് ഇച്ചിരി വെയിറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ രീതിയിലുള്ള നോക്കലാണ് ഡോക്ടർ പറഞ്ഞേക്കണത്. അച്ഛനെ കാണാൻ കൈകൊട്ട്, അമ്മനെ കാണാൻ കൈകൊട്ട്, പപ്പ കാണാൻ കൈകൊട്ട്, കൈകൊട്ട് നീ കൈകൊട്ട്. 28 നമ്മള് അമ്മേനെ തിരിച്ചറിയുന്നത്. അപ്പൊ നേരെ നോക്കി നമ്മള് വർത്താനം പറഞ്ഞ വേഗം വർത്താനം പറയും. കാക്കു കാക്കു എന്നൊക്കെ കാണിക്കും. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കിറി അങ്ങോട്ട് കൃഷ്ണ അച്ഛന്റെ നേരെ ഒളിച്ച് കാണിച്ചു കൊടുക്കും. മൊബൈലൊക്കെ വലുതായിട്ട് തരാട്ടോ. അത് മതി അത് മതി. തരണ്ട, മക്കളെടുത്തോളൂ. മക്കള് കാണിക്കല് കാണിച്ചു. കൂടുതലെ ഭയങ്കര നൂലോളിയായിരിക്കും. ഇപ്പൊ ഇവിടെ കാണാൻ പാടില്ലേ. ഇന്നലെ ഞാൻ 12 മണിയായപ്പോ മോളിൽ കയറി ചെന്നപ്പോ ഒരു തലവണ്ണ എടുക്കാൻ കയറി ചെന്നപ്പോ അവിടെ കൊച്ചു ടി വി വെച്ച് കണ്ടുകൊണ്ട് കിടക്കുവാണ്. പറ്റില്ല കൊടുക്കും. തിന്നാനും കുടിക്കാനും മൊബൈല്, ഏതിനും പടം കാണാൻ, സിനിമ കാണാൻ, ഏതിനും ഇപ്പൊ പഠിത്തം മുഴുവൻ മൊബൈലിലായല്ലോ. അതെ അതെ അതെ. ജനുവരി ആകുമ്പോഴത്തേക്കും തുറക്കുന്നു. അന്നൊക്കെ കൊറോണയുടെ സമയം ആയതുകൊണ്ട് നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ചെല്ലാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റത്തില്ലല്ലോ. മക്കളെ കാണാൻ തന്നെ ആണെങ്കിലും ആരും തന്നെ അങ്ങനെ വരുന്നില്ല. കാരണം കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് ഇനിയിപ്പോൾ അസുഖമൊന്നും പിടിക്കണ്ടല്ലോ എന്ന് ഓർത്തോണ്ടേ. പിന്നെ ഞാനും എങ്ങും പോകാറില്ല. കുളിച്ചിട്ടൊക്കെ വന്ന് വീട്ടിൽ കയറുന്ന പിള്ളേരെ കാണുന്നതും എടുക്കുന്നതും ഒക്കെ. ഇപ്പോൾ ഈ 2026 ഇതൊക്കെ ഓർക്കുമ്പം എന്തോ ഒരു ഇത്. കാരണം വെച്ചാൽ ഇപ്പോൾ കൊറോണയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആരും മൈൻഡ് ചെയ്യുന്നില്ല. അന്നൊക്കെ എന്തായിരുന്നു അല്ലേ. എവിടെ പോയാലും മാസ്ക്, എവിടെ പോയാലും കുളിച്ചിട്ട് കയറണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കൊറോണ എന്ന് കേട്ട് കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവരും കയറിയിരിക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നല്ലോ 2020 എന്ന് പറഞ്ഞ ആ ഒരു സമയം. പക്ഷേ നമ്മൾ എത്രയൊക്കെ നോക്കിയാലും കൊറോണ പിടിക്കേണ്ടത് പിടിക്കും. എനിക്കൊക്കെ പിടിച്ചായിരുന്നു 2 തവട്ടം. പിന്നെ ഇപ്പോൾ UK വന്നതിന് ശേഷവും ഞങ്ങൾക്ക് പിടിച്ചു. മക്കൾക്ക് ശരിക്കും 1 വയസ്സായപ്പം കറക്റ്റ് പിടിച്ചു. എന്തായാലും കൊറോണ എല്ലാവർക്കും പിടിച്ച് അത് അനുഭവമുണ്ട്. വെയില് മാറി, ഞങ്ങളുടെ വെയില് മാറി, പോയി ഞങ്ങളുടെ വെയില് പോയി. മുറ്റത്തിറക്കാൻ പാടില്ല. മുറ്റത്തിറക്കാൻ മുറ്റത്ത് വേണ്ട. എക്കുകുണ്ടം മണ്ണ എലി കണ്ടപ്പോ എക്കുകുണ്ടം മണ്ണ. നമുക്ക് പോകാന്നാ പോയി ചുമ്പം കുടിക്കാൻ. മോൻ കൊച്ചിനെ താഴ്ത്തിട്ട് ഇറക്കുക. എനിക്ക് ഇറക്കാൻ ഇച്ചിരി പാടാ. സ്റ്റെപ്പല്ലേ അതിന് വെയിലു. ഒക്കെ ഒത്തിരി വേണ്ട, ഇതൊക്കെ ഒത്തിരി വേണ്ട. ഒക്കെയാണ് വേണ്ടത്. തിരിച്ചും മറിച്ച് നീ വെയിലപ്പുരി കൊണ്ടോടി, വെയിലപ്പുരി കൊണ്ടു, വെയിലപ്പുരി കൊണ്ടു. എന്നിട്ട് ചുമ്പം കുറ്റണം. എപ്പോഴും എടുക്കേണ്ടത് മേലെ വെയിൽ കൊണ്ടുകഴിഞ്ഞപ്പോ വന്നിട്ട് പോവാച്ചു നോക്കി വിറ്റുന്നുണ്ടല്ലോ. ചൂച്ചി കൊട്ടുകൊണ്ടിരിക്കും. 2 പേരുണ്ട്. 2 വർഷം. പിടിച്ചോ.